ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റുള്ള ഒരു പായസമാണിത്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് നെയ്യിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു നനവും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നത് അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 1-2 മിനിറ്റ് അത്രയും മതി. ഇപ്പോൾ ക്യാരറ്റ് നല്ല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ പാനിൽ തന്നെ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സേമിയയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ സേമിയ ശരിക്കും റോസ്റ്റഡ് സേമിയയാണ്. റോസ്റ്റഡ് ആണെങ്കിൽ കൂടെ കുറച്ച് നേരം നെയ്യിലിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യും നമുക്ക് കോരിമാറ്റാം. ബാക്കി അതിലിരിക്കുന്ന നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടെ വറുത്തെടുക്കാം. ഇനി ആ പാനിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യുകയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് അതിൻ്റെ ആ കളർ മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയ ഒരു കളർ മാറി വരുന്ന ആ ഒരു അലിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറം പെട്ടെന്ന് തന്നെ അങ്ങ് മാറി വരും. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറിലോട്ടൊന്നും പോകണ്ട. ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും മതി. ഈ സമയത്ത് ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് പാലാണ്. 250 ml കപ്പിന് 2 കപ്പ് പാല്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വച്ച ശേഷം കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ പാലൊഴിക്കുമ്പോൾ തന്നെ ആ കാരമലൈസ് ചെയ്ത പഞ്ചസാര അങ്ങ് കട്ട പിടിക്കും. കുഴപ്പമില്ല. അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതങ്ങ് പാലിലങ്ങ് അലിഞ്ഞ് ചേരുകയും ചെയ്യും. ഇപ്പോൾ പഞ്ചസാര പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതുകൊണ്ട് കുറച്ച് സമയമെടുക്കും സേമിയ ഒന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ സേമിയ ഒന്ന് പകുതിയൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 2 കപ്പ് പാലും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർക്കുന്നത് എത്രത്തോളം പാല് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ട് ആദ്യം 2 കപ്പ് പാല് ചേർത്തു. ഇപ്പോഴും 2 കപ്പ് പാല് ചേർത്തു. പിന്നെ 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതായിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ക്യാരറ്റും കൂടെ ചേർക്കുമ്പോൾ കണ്ടോ പായസത്തിൻ്റെ നിറമൊക്കെ അങ്ങ് മാറുന്ന ഒരു യെല്ലോയിഷ് കളറാവും. ആ ക്യാരറ്റും കൂടി ചേർക്കുമ്പോഴാണ് പായസത്തിൻ്റെ ശരിക്ക് നല്ല ഒരു കളറുണ്ടാകുന്നത്.
ഇനി ഈ ക്യാരറ്റും സേമിയയും കൂടെയൊക്കെ കിടന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് തിളയ്ക്കണം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ്. നേരത്തെ അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്താണ് ചേർത്തത്. ഇപ്പോൾ അരക്കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്തു. ഇപ്പോൾ മൊത്തം 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായി പോയതാണ്. മധുരം അല്പം കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസം വാങ്ങി വെച്ച് കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ കൂടെ അങ്ങ് കുറുകിപ്പോവും. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഏലക്ക ഞാനത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിവാക്കരുത്, കാരണം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോഴാണ് പായസത്തിന് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ആ മധുരം കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ്. അവസാനമായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസം നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസം റെഡി ആയിട്ടുണ്ട്. പായസം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അത് ഈ കാണുന്നതിൻ്റെ അതേ ഒരു രുചി തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോഴും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റും കൂടി ഒന്നിട്ടേക്കണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.